മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ അനാസ്ഥയെ പറ്റി എനിക്ക് പറയേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് കടൽ തീരത്തോ അയ്യോ അവിടെയൊക്കെ പോയാലുള്ള അവസ്ഥ അറിയാമല്ലോ. എന്തവസ്ഥ? വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോഴുള്ള അവസ്ഥ ഉണ്ടായിരുന്നോ സാർ? എന്തായിരുന്നു സാർ അവസ്ഥ? ഒരു കമ്മ്യൂണിറ്റിയാണ് നിങ്ങൾ ആക്ഷേപിച്ചത്. നിങ്ങൾ ഇതിന് മാപ്പ് പറഞ്ഞേ പറ്റൂ. ഇത് പബ്ലിക്കായിട്ട് തന്നെ നിങ്ങൾ മാപ്പ് പറയാൻ നിങ്ങൾ ഏത് പത്രസമ്മേളനത്തിൽ വെച്ചാണോ നിങ്ങൾ ആക്ഷേപിച്ചത് അത് നിങ്ങൾ മാപ്പ് പറഞ്ഞേ പറ്റൂ. ഇതിനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കമ്മിറ്റിയുടെ ആരാണ് ഇരിക്കുന്നത്? ഇയാളല്ലേ ചെയർ? ഈ ചീഫ് മിനിസ്റ്ററല്ലേ ചെയർ? എന്ത് ആക്ഷനാണ് ഇയാൾ എടുത്തത്? കുറെ പ്രസിന്റെ മുമ്പിൽ നിന്ന് പച്ച കള്ളത്തരം വിളിച്ച് പറയാണ് ഹെലികോപ്റ്ററുകൾ ഇറക്കി. ഇന്നും ഇന്നലെയും ഓരോ ഹെലികോപ്റ്റർ ഇറക്കി. അത് ഇന്നലെ 1 മണിക്കൂർ ഓടി, ഇന്ന് 1 മണിക്കൂർ ഓടി. അങ്ങനെ പറയണം, വ്യക്തമായിട്ട് പറയണം. ഈ 916 കമ്പനി ഇത്രയും നാൾ എവിടെയായിരുന്നു? കഴിഞ്ഞ 10 വർഷങ്ങളിൽ എന്തുകൊണ്ട് പ്രതികരണവുമായിട്ട് വന്നില്ല? അല്ലെ കഴിഞ്ഞ 10 വർഷങ്ങളിൽ മോളുടെ വായ എവിടെയായിരുന്നു? നാക്കിന് നീളം ഭയങ്കരമാണ്. എന്തൊരു നീളമുള്ള നാക്കാണ്. മത്സ്യത്തൊഴിലാളികളുടെ മകൾക്ക് ഇത്രയും ഹുങ്കോ അല്ലെ ഇത്ര അഹങ്കാരമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള കമന്റുകൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ നോക്കി അറിയാൻ പറ്റും. എന്തൊക്കെ തരത്തിലുള്ള മെഴുകലുകളാണ്. ആ പെൺകുട്ടിയുടെ അച്ഛനെ കാണാതായിട്ട് ഇന്നേക്ക് 7 ദിവസമായി. 7 ദിവസമായിട്ടും ആ പെൺകുട്ടിയുടെ അച്ഛനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയിലും നീതിന്യായ വ്യവസ്ഥയിലും ഇരിക്കുന്ന ആളുകൾക്ക് കഴിയുന്നില്ല. അവരുടെ കഴിവുകേടും അവരുടെ പിടിപ്പുകേടും മറയ്ക്കാനായിട്ട് എന്ത് പറഞ്ഞാലും പിണറായി വിജയന്റെ പേരും കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ പേരും ഒക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്ത രീതിയിൽ മെഴുകുന്ന കുറെ അടിമകൾ, സതീശനടക്കമുള്ള സതീശനാദികൾ എല്ലാവരും മെഴുകുകയാണ്. ആ പെൺകുട്ടിയുടെ അച്ഛനെ കണ്ടുപിടിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത ആളുകൾ ആ പെൺകുട്ടിയെ കുറ്റം പറയാനായിട്ട് വന്നിരിക്കുകയാണ്. എടാ, നിനക്കൊക്കെ ലേശമെങ്കിലും ഉളുപ്പുണ്ടോ? സ്വന്തം വീട്ടിൽ ആർക്കെങ്കിലുമാണ് ഈ ഒരു ഗതി വരുന്നതെങ്കിൽ നീയൊക്കെ ഈ രീതിയിൽ മെഴുകുമോ? ആ കമന്റ് ബോക്സിൽ വന്ന് ആ പെൺകുട്ടിയുടെ നാക്കിന്റെ നീളം അളക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സതീശനാദികൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾ അളക്കാൻ നിനക്കൊക്കെ സാധിക്കുന്നുണ്ടോ? നീയൊക്കെ നല്ല ഒന്നാന്തരം അടിമകളാണ്. ആ പെൺകുട്ടിയെ സൈബർ ബുള്ളിങ് ചെയ്യുന്നതോടുകൂടി ആ പെൺകുട്ടിയുടെ വാ അടയുമെന്ന് നീയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിന്റെയൊക്കെ മറ്റെടുത്ത വിചാരം മാത്രമായിരിക്കും. അധികാരം കയ്യിലുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി. ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് തന്ന് വിജയിപ്പിച്ചു വിട്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ വായിൽ മണ്ണുവാരിയിടാൻ വേണ്ടിയിട്ടല്ല, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് വേണ്ടി അധികാരത്തിൽ വന്നതാണെങ്കിൽ അവർക്ക് വേണ്ടി പണിയെടുക്കണം. മാറി നിന്ന് അവരുടെ കുറ്റം പറയരുത്. എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.